ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാമിലി വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷന് ഞങ്ങളെപ്പോഴും ക്രിസ്മസ് ഫ്രണ്ട് എടുക്കാറുണ്ട്. അതെപ്പോഴും ഞങ്ങൾ നവംബറിൽ എല്ലാ കൊല്ലം വേളാങ്കണ്ണി പോകാറുണ്ട്. വേളാങ്കണ്ണി പോകുമ്പോൾ ട്രെയിനിൽ വെച്ചാണ് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുന്നത്. കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ഒരു ക്രിസ്മസ് ഫ്രണ്ട് എടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രം പരസ്പരം ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഗിഫ്റ്റാണ് ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വൈകും തോറും ചിലപ്പോൾ വഴക്കിട്ടൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ കുഞ്ഞുങ്ങളാണ് പരസ്പരം ഗിഫ്റ്റ് കൈമാറുന്നത്. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് തന്നെയാണ് ഒരു മാസത്തിന് മുന്നേ നവംബറിൽ തന്നെ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പേരുകൾ നറുക്കിട്ടെടുക്കും. അപ്പോൾ പാരൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യും. ആദ്യം അപ്പോൾ അവരെ കൊണ്ട് തന്നെ ഗിഫ്റ്റൊക്കെ കൊടുപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എൻ്റെ ഫാമിലി, എൻ്റെ തൊട്ടുള്ള അനിയത്തിയുടെ ഫാമിലി തൃപ്പൂണിത്തുറയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അനിയത്തിയുടെ ഫാമിലി കണ്ടക്കരയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി വീട്ടിലുള്ളത് ഒരനിയത്തി 3 ആങ്ങളമാരാണ്. അപ്പോൾ അവർ 3 പേര്, അവർ 3 ആങ്ങളമാരും അനിയത്തിയും കൂടി ഒരു ടീം, പപ്പയും മമ്മയും കൂടി ഒരു ടീം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ വീഡിയോയിൽ 3 ആങ്ങളമാരും ഇല്ല. കാരണം 2 പേർക്ക് എക്സാം ആയതുകൊണ്ട് 2 പേര് അവരുടെ കോളേജിലായിരുന്നു. ഒരാൾ വിദേശത്താണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ അനിയത്തി ഒറ്റയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചത്. പിന്നെ പപ്പ ആസാമിലാണ്. അപ്പം മമ്മി മാത്രമേ ഉള്ളൂ. അതാണ് വീഡിയോയിൽ ഇത്ര ആൾക്കാരൊക്കെ കാണാത്തത്. അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ മമ്മിയാണ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അടുത്തത് ഞങ്ങളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം എൻ്റെ തൊട്ടുള്ള അനിയത്തിനെയും ഭർത്താവിനെയും തന്നെയായിരുന്നു കേട്ടോ കിട്ടിയത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലോട്ട് കെട്ടി വന്നവരെയൊക്കെ എല്ലാവരും ഒരേ വൈബാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പിന്നെ എന്ത് കാര്യവും നമുക്ക് ആഘോഷിക്കാം. പിന്നെ അടുത്തതായിട്ട് എൻ്റെ അനിയത്തി, അവർക്ക് ഗിഫ്റ്റ് കിട്ടി, അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഞാൻ പാസ് ചെയ്തത്, അവൾ അടുത്താക്കി കൊടുക്കുന്നത്. കണ്ടക്കടവ് ആയിരുന്നു കിട്ടിയിരുന്നത്. കുഞ്ഞാറ്റ ഗിഫ്റ്റൊന്നും കിട്ടാത്തതുകൊണ്ട് കുഞ്ഞാറ്റ ഉടനെ തന്നെ പോയി ഉറപ്പിരുന്നേ. അതുകൊണ്ട് കുഞ്ഞാറ്റയുടെ കയ്യിലാണ് ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ജിബിനാമ്മക്കും ജിത്തുവിനും മമ്മീനെയും പപ്പേനെയും തന്നെയാണ് ഗിഫ്റ്റ് കിട്ടിയത്. കഴിഞ്ഞ വർഷവും അവരങ്ങനെ തന്നെയായിരുന്നു. ഈ വർഷം അങ്ങനെ തന്നെയാണ് കിട്ടിയത്. ഏറ്റവും അവസാനം ഞങ്ങൾക്കാണ് ഗിഫ്റ്റ് കിട്ടിയത്. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് നിബിതാമോളും 3 ആങ്ങളമാരും നിബിച്ചനും ജിബിയും ജയഫിനും കൂടിയാണ് തന്നത്. ഗിഫ്റ്റൊന്നും ഞങ്ങൾക്ക് പൊട്ടിച്ച് വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ വിട്ടുപോയി. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ട്രാവൽ ട്രോളി ബാഗും പിന്നെ അതിൻ്റെ അകത്ത് എനിക്കൊരു ചുരിദാർ സെറ്റ്, പിഞ്ചേട്ടനൊരു നിക്കറും ബനിയനും, കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും ഡ്രസ്സ്. അങ്ങനെ എല്ലാവർക്കും ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറുന്നത്. എല്ലാവരും ഒരു ഫാമിലിക്ക് മൊത്തമായിട്ടുള്ള ഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും കളിപ്പാട്ടം, അങ്ങനെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതിനുശേഷം ഞങ്ങൾ റോഡിൽ ആ തുള്ളുന്ന പെണ്ണിൻ്റെ ഉടുപ്പിട്ടിരിക്കുന്നത് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ. രാത്രി 11:30 ആയപ്പോഴാണ് അവൻ വീട്ടിലെത്തിയത്. ആ സമയത്ത് എടുത്ത പരിപാടിയാണ്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞങ്ങളും കിടന്ന് തുള്ളുന്നത്. അപ്പോൾ അവിടെ നമുക്ക് റോഡിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ആങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെൺവേഷം കെട്ടിയിരിക്കുന്നതെല്ലാം എൻ്റെ ആങ്ങളമാരുടെ കൂട്ടുകാരൊക്കെയാണ്. അങ്ങനെ ക്രിസ്മസ് അടിച്ചു